നല്ല വെള്ളമുണ്ട്. കത്തിരി ഉള്ള തീയിലല്ലേ വലിയ തിരിച്ച് തിളക്കട്ടെ. അതാണ് തുറന്ന് നിൽക്കി. അതിനകത്ത് ഇരിപ്പുണ്ട്. അത് തുറന്ന് വെള്ളത്തെ തരുന്നേ. ഇരിക്കുന്നത് എത്ര ഉണ്ടാവും? ഒരു 1/2 കിലോ കാണും. ഉണ്ടോ? തട്ടിയിട്, എല്ലാം തട്ടിയിട്. അത് തോന്നിയാണ് മടിച്ചു. ആദ്യം സാധാ വെള്ളത്തിൽ കഴുകും. വെള്ളത്തിൽ ഞവടി കഴുകും. ഇവിടെ വെച്ചിട്ട് ഞവടി കഴുവേ. നോവൂല, നല്ലോണം ഞവട്. നല്ലോണം അങ്ങോട്ട് കറക്കി കഴുകട. ആ മുടി വെറുതെ കളയരുത്. ഇനി നല്ല വെള്ളം, നല്ല വെള്ളം അടി. പതിയെ തിരിച്ചാൽ മതി. അപ്പോൾ മേളിൽ നിന്ന് ഇടിഞ്ഞ് വീഴും. മണ്ണിടിഞ്ഞ് വീഴുന്നതൊക്കെ അരിയെല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്ന താഴെ പോകും. അതുവരെ നിൽക്കരുത്. ഇത്തിരി വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം തിളച്ചു തുടങ്ങി. ഇതിപ്പോൾ തറയിൽ വെച്ചില്ലേ, അതിൻ്റെ അടിഭാഗമേ ഈ തുണിയെടുത്ത് നല്ലോണം ഒന്ന് തുടച്ചോളാം. പൊക്കിയിട്ട് പാത്രത്തിൻ്റെ നല്ലോണം ഒന്ന് ഇടാം. എന്നിട്ട് വാരിയിടാനൊന്നും നിൽക്കണ്ട. ഇങ്ങോട്ടുണ്ടോ, ഇത് വാവട്ടമുള്ളതല്ലേ, അതിലോട്ട് മുക്ക്, ചരിച്ച് മുക്കും. എടാ ചരിച്ചത് മുക്ക്, അത് കയറുമല്ലേ. മുക്ക് മുക്കെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പതിയെ ഇത്തിരി വെള്ളം കോഴും, അതിൽ നിന്ന് വെള്ളം കോഴും. എന്നിട്ട് കറക്ക്. അത് ചരിച്ചും കോഴി ചെറിയേ ഉള്ളൂ. എന്നിട്ട് ഇതോ ആ പാത്രമെടുത്ത് മോള് അതൊന്ന് തുടച്ചേരാ. അതവിടെ നിന്ന് തിളച്ചിട്ട് തൂവുമ്പം അതൊക്കെ നോക്കിയാണ് തിളച്ച്. ഇനിയിപ്പോൾ അരി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ തിളവൊന്ന് താരും എന്ന് പറഞ്ഞാൽ ആ അരിയുടെ തണുപ്പ് മുതൽ, അതായത് ചൂടാതോട്ട് പിടിച്ചില്ലേ, അപ്പോൾ ഇച്ചിക്കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും തിളയ്ക്കാൻ തുടങ്ങും. അരിയോടൊപ്പം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തീ കുറച്ച് അങ്ങ് അടച്ചിട്ടാൽ ഇങ്ങനെ ചെയ്യണം. തിളച്ചു തുടങ്ങി. ഇനി ഇവിടെ പിടിക്കരുത്,
അവിടെ പിടിക്കരുത്, ഇവിടെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ അടയ്ക്ക് അടപ്പടയ്ക്ക് നല്ലോണം ഇളക്കി. എന്നിട്ട് ആ തീയൊന്ന് കുറച്ച് ലോ ഫ്ലെയിം കുറച്ച് കുറച്ച് കൂടെ കുറച്ചു ബസ്മതി റൈസ് ആയാലും പെട്ടെന്ന് വേവും. എനിക്ക് വേവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്ന് നോക്കിക്കോണം, തോന്നെ സമയമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് വേവും. ഞാൻ വാ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോ. അങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി, പിടിച്ച് കൈ വെച്ചേക്കത്, പിടിച്ച് വലിച്ചം കൊട്ടാൽ മതി, അങ്ങ് വിട്ടുകളയണം. അപ്പോൾ കൈ ചൂടടിക്കില്ല. എടാ ഇങ്ങനെ ആടാ ഇത് തന്നെ കയ്യണ്ട, ഒരു നിമിഷത്തേക്ക് അതിൽ വയ്ക്കാവും. ഞാൻ തുണിയൊന്ന് പിടിച്ച് അടപ്പിഞ്ഞെടുത്തു അടപ്പെടുക്കാൻ. കറക്ക് അന്ന് ഇളക്കിയിട്ട് അതിലൊരു ചോറെടുത്ത് തെറ്റിച്ച് നോക്കിയേ. ആദ്യം ഇളക്കിയത് കോര്, നിറച്ച് കോരാ, വെള്ളമില്ലാതെ. നിറച്ച് കോര്. അപ്പം മേളിൽ കണ്ട വെള്ളമില്ലാതെ ഒന്ന് ആദ്യം 2-3 ചോറെടുത്ത് തെറ്റിച്ച് നോക്കിയേ. 2 വിരൽ വെച്ച് തെറ്റിക്കാവുന്നതേ ഉള്ളൂ. എന്താ അകത്ത് കട്ടിയുണ്ട? ഇച്ചിരി കൂടെ ഉണ്ട്. തിരിച്ചാ 2 വിരൽ വെച്ച് തെറ്റിച്ച് നോക്കിയാൽ മതി. ഇതെന്താ നീ കിഴങ്ങ് ഉടയ്ക്കുന്നതൊക്കെ ഉടയ്ക്കുന്നത്? അത് എന്തില്ല, ഇനി കുറച്ചുകൂടെ വേണം. അതിനകത്ത് തിരിച്ചിട്. അതിന് അടപ്പ് കൂടി വെച്ചേടെ, അത് തീയൊന്ന് കൂട്ടിയാണ് ഇളക്കിയിട്ട് ഇളക്കുന്ന കാണട്ടെ. ഇനി ആ തവി അങ്ങനെ ഇളക്കിട്ട് അടപ്പെടുത്ത് വെച്ച് വെക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ കൂടെ എയർ പോകും, ആവി പോകും. എടാ തുണി വെച്ച് പിടിക്കടാ, തുണി വെച്ച്. എന്നിട്ട് ഞാൻ എടുത്ത് മാറ്റ്. ഇത് ഇളക്കി നോക്ക്, ആദ്യം ഇളക്കിയിട്ട് അങ്ങനെ അരച്ച് പോരെ. അതിനൊരു 2 എടുത്ത് വിരൽ വെച്ച് നോക്കിയാൽ മതി, 2 വിരൽ. ശരി, അകത്ത് പച്ച തോന്നിക്കുന്നില്ലല്ലേ? ഇങ്ങനെയാണ് കയറ്റിക്കുന്നത്. 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പം അകത്ത് കട്ടി ഉണ്ടാവരുത്, കട്ടി ഫീൽ ചെയ്യരുത്. വേണ്ട, ആദ്യത്തെ ഇനി വേവണ്ട. നീ എടുത്ത് പൊക്കിയ തുറന്നേ, അല്ല എടുത്തേ, നിറച്ചെടുത്ത്. ഇത് ബസ്മതി റൈസാണ്ട്, കൂടുതൽ വേവൊന്നുമില്ല. ഞാൻ തിന്നു നോക്കാം. വെന്തടേ ചോറ് വാർത്തിറക്കാൻ വേണ്ടി പുല്ലുങ്ങാത്ത വാർത്തെടുക്കണം. അതിൻ്റെ ഇത് വന്നിരിക്കത്തക്ക രീതിക്ക്, അതായത് അതിൽ നിന്നും വലുതായി പോരുത്, ഇതിൻ്റെ മേളിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാവട്ടത്തേക്കാളും ചെറിയ വാവട്ട, എന്നാലും വളരെ ചെറുതുമായി പോരുത്, കുലുങ്ങുന്നതും ആവരുത്. ഇങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് ഇങ്ങനെ പിടിക്കണം, നല്ല രീതിക്ക് പിടിച്ച്. എന്താ ആദ്യം ഇങ്ങനെ ഏറിൽ നിർത്തി കുറേ വെള്ളം അങ്ങ് ചരിച്ചൊഴിക്കണം. അയ്യോ കാണിച്ചു തരാൻ വന്നല്ലേ? ഇനി ചെയ്തേ, തുമ്പ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താ. രണ്ടും ഒരുമിച്ച് ഇറുക്കി പിടിച്ചോണം. എന്നിട്ട് എയറിൽ നിർത്തി കുറേ വെള്ളം വീണിട്ട് ഏറുന്ന വെള്ളം വീഴാതാവും. അതെവിടെയും താങ്ങാതെ നിർത്തി വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അതിലോട്ട് ചരിച്ചങ്ങ് വയ്ക്കണം. അങ്ങനെയാണ്. അങ്ങനെ വരട്ടെ ചരിച്ച് അതിൽ വെയിറ്റ് കൊടു, പാത്രത്തിലോട്ട് വെയിറ്റ്. എന്നിട്ട് പതിയെ താക്ക്, ഫ്രണ്ട് താത്ത് അതിനകത്തേക്ക് ഇറിവിയിരിക്കണം.
ആ ചെറിയിട്ട് മെക്കാനിക്കലല്ലേ? വെള്ളം വീണ് തീരാറാകുമ്പോൾ മതിയേ. ഇപ്പോൾ വെള്ളം തോനെയായി പോയാ കഞ്ഞി വെള്ളമാണ്. അത് കൈക്ക് ചൂടടിക്കുന്ന അപ്പം നീ വിളിച്ചാൽ ശരിയായില്ല. ഇങ്ങനെ തിരിച്ചു പോയി വെള്ളം തീർന്നു. നൈസായിട്ടൊക്കെ ഉള്ള പണിയൊക്കെ ഇങ്ങനെയൊക്കെ മതി. വീട്ടിൽ അമ്മമാരൊക്കെ ഭയങ്കര പണിയാണ്. ഇത് അമ്മക്കുള്ള പണി ഇത് മതി. എന്താ കണ്ടോ? എന്നിട്ട് അത് അടച്ചിട്ട് ചെയ്യാം. ചരിച്ച് കുലുക്കുമ്പോൾ തോന്നിയിരിക്കുന്ന ഭാഗത്തുനിന്ന് ചരിഞ്ഞ ഭാഗത്തേക്ക് വീട്. അങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടോ? ഇപ്പം ലെവലായ എന്നിട്ട് ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് തട്ടിയങ്ങ് അകത്തിട്ടാണ് ചോറ് സൈഡിൽ ഇരിക്കുന്നത്. ഇവിടെ സൈഡിൽ ചേട്ടാണ്. ആ ചൂടൊക്കെ അത് വെക്കാതെ പിന്നെ പിടിച്ചാലും വരും. അതിക്ക് എന്തോന്നില്ല. മധ്യത്തിൽ വരും പോയി. തീ കുറച്ച് പോയി. പടപട സൗണ്ട് ഉണ്ട്. അടിയിലുള്ള വെള്ളം കൂടെ അതിലുള്ള ചെറിയ ചൂടിൽ ആ ഉള്ള ആവി ശേഷിക്കുന്ന വെള്ളം കൂടെ ആവിയായിട്ടങ്ങ് പോകും. മധ്യത്തോട്ട് വീടായത് പൊട്ടൽ നിന്നില്ലേ? തീ നിർത്ത് ഇല്ലെങ്കിൽ അടി കരിക്കും. അപ്പോൾ നമ്മുടെ ചോറ് റെഡി. ഇത് മെക്കാനിക്കൽ ചോറാണ്. അടച്ചു. ഇതൊക്കെ സിമ്പിള് നിവാസവതി റൈസ് ഇട്ട് വെച്ചത്. അല്ലാതെ ചാക്കരിയിട്ട് വയ്ക്കുമ്പോഴാണ് തോന്നുന്ന സമയം എടുക്കുന്നത്.